പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ വർഷത്തെ ഓണം ബമ്പർ ലഭിച്ചത് ആലപ്പുഴ തുറവൂർ സ്വദേശിയായ ശരത് എം നായർക്കാണ്. സമ്മാനാർഹമായ ടിക്കറ്റ് ആലപ്പുഴയിലെ SBI ബാങ്കിൽ കൈമാറിയിട്ടുണ്ട്. കൊച്ചി നെട്ടൂരിലെ പെയിന്റ് കടയിലെ ജീവനക്കാരനാണ് ശരത്ത്. അപ്രതീക്ഷിതമായി എത്തിയ ഭാഗ്യമെന്നായിരുന്നു ശരത്തിന്റെ പ്രതികരണത്തിലേക്ക്. അനൗൺസ് ആയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ജസ്റ്റ് ഫോണിൽ ഫോട്ടോ എടുത്തിട്ട് നോക്കി. അപ്പോൾ കണ്ടപ്പോൾ എനിക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റിയില്ല. അതിനുശേഷം പിന്നീട് വീട്ടിലൊക്കെ പോയി വീണ്ടും 2-3 പ്രാവശ്യം ചെക്ക് ചെയ്തതിന് ശേഷമാണ് നമുക്കൊരു ഈ നമ്പർ കറക്റ്റ് ആണെന്നുള്ളൊരു കൺഫർമേഷൻ. പിന്നെ വീണ്ടും ഇതിൻ്റെ സീരിയൽ നമ്പർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ടല്ലോ. ഓക്കെ, മനീഷ് ശേഷം എത്തിച്ചേരുന്നു ആലപ്പുഴയിൽ നിന്ന്. മനീഷ്, അങ്ങനെ ഒരുപാട് അഭ്യൂഹങ്ങളും ഊഹങ്ങളും ഒക്കെ പ്രചരിച്ചാണ്. പക്ഷെ ഇപ്പോൾ ആ ഭാഗ്യവാനെ കണ്ടെത്തി. ശരത്ത് എന്ത് പറയുന്നു? ശരത്ത് ഹാപ്പി അല്ലേ? മനീഷയെ കേൾക്കാമോ? മനീഷിലേക്ക് എത്താം. ഈ വർഷത്തെ ഓണം ബമ്പർ ലഭിച്ചത് നമ്മൾ പല തരത്തിലുള്ള വാർത്തകളൊക്കെ കേട്ടിരുന്നു. ആദ്യം അതൊരു ഭാഗ്യവതിയാണ് എന്നുമൊക്കെ വാർത്തകളൊക്കെ വന്നതാണ്. പക്ഷേ ഇപ്പോൾ ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് ഇന്നിപ്പോൾ ഈ ബമ്പർ അടിച്ച ഭാഗ്യവാൻ ശരത്ത്, അദ്ദേഹം ആലപ്പുഴയിൽ ബാങ്കിലെത്തി ലോട്ടറി ടിക്കറ്റ് ഹാജരാക്കി. ഇപ്പോൾ ആദ്യം നേരത്തെയൊക്കെ പറയാതിരുന്നത് ഇതിലൊരു സ്ഥിരീകരണവും കാര്യങ്ങളൊക്കെ വേണമായിരുന്നു. 2-3 വട്ടമൊക്കെ ഇത് ഒത്തുനോക്കി ശരിയാണ് എന്നൊക്കെ സ്ഥിരീകരിച്ചതിന് ശേഷമാണ് ഇതിൽ ഒരു വിശ്വാസം വന്നതെന്നൊക്കെയാണ് ശരത്ത് കുറച്ച് മുൻപ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. മനീഷ, അങ്ങനെ ഒടുവിൽ ആ ഭാഗ്യവാനെ കണ്ടെത്തി. എന്താണ് ശരത്ത് പറയുന്നത്? ലക്ഷ്മി, ശരത്ത് അതീവ സന്തോഷവാനാണ്. ഇന്ന് രാവിലെ പോലും സ്വന്തം സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നവർക്ക് പോലും അറിയില്ലായിരുന്നു ശരത്താണ് കേരളം മുഴുവൻ തേടിക്കൊണ്ടിരുന്ന 25 കോടി നേടിയ ഭാഗ്യവാൻ എന്നുള്ളത്. അദ്ദേഹം തന്റെ തെണ്ടൂരിലുള്ള സ്ഥാപനത്തിലെത്തി. അവിടുത്തെ പെയിന്റിംഗ് കടയിലെ സൂപ്പർവൈസറാണ് ശരത്ത് അവിടെ രാവിലെ എത്തി തന്റെ തൊഴിലിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തതിനു ശേഷം വീട്ടിലൊരു അത്യാവശ്യമുണ്ട് എന്ന് പറഞ്ഞാണ് ഓഫീസിൽ നിന്ന് മടങ്ങുന്നത്. അതിനുശേഷമാണ് അദ്ദേഹം തുറവൂരുള്ള SBI ബാങ്കിലെത്തി ടിക്കറ്റ് കൈമാറുന്നത്. അദ്ദേഹം തന്നെയാണ് ഇത് മാധ്യമങ്ങളോട് വെളിപ്പെടുത്തുകയും ചെയ്തത്. താനാണ് ഈ ഭാഗ്യശാലി എന്നുള്ള കാര്യം മാധ്യമങ്ങളോട് വെളിപ്പെടുത്തുകയും ചെയ്തത് അദ്ദേഹം തന്നെയാണ്. ഈ ആദ്യം ഈ ടിക്കറ്റ് വരുന്നു, റിസൾട്ട് വരുന്നു, പലയിടത്താണ് ടിക്കറ്റ് അടിച്ചതെന്നൊക്കെ പറയുന്നു. അതുപോലെ തന്നെ നെട്ടൂരിന്റെ പേര് വരുന്നു. പിന്നാലെ സ്വന്തം കയ്യിലുണ്ടായിരുന്ന ടിക്കറ്റ് ശരത്ത് പരിശോധിക്കുന്നുണ്ട്. പക്ഷേ ശരത്ത് പരിശോധിച്ചപ്പോൾ ശരത്തിനൊരു സംശയമുണ്ട്. ഇനി അത് തന്നെയാണോ, അത് തനിക്ക് തോന്നിയതാണോ എന്നുള്ളത്. ശരത്ത് ആദ്യം അത് പരിശോധിച്ച് നോക്കുന്നു. പിന്നീട് വീട്ടിൽ ചെന്നിട്ട് ഒന്നുകൂടി നോക്കാമെന്നുള്ള ധാരണയിൽ ഓഫീസിൽ കഴിഞ്ഞതിന് ശേഷം വീട്ടിലെത്തിയതിനു ശേഷം പല ആവർത്തി പരിശോധിച്ച് നോക്കിയതിനു ശേഷമാണ് തനിക്ക് തന്നെയാണ് ടിക്കറ്റ് ലഭിച്ചതെന്നുള്ള കാര്യം ഉറപ്പാക്കുന്നത്. അതിനുശേഷം സഹോദരനോട് മാത്രമാണ് ഇക്കാര്യം പറഞ്ഞത്. പിന്നീട് സാധാരണഗതിയിൽ തന്നെയാണ് 2 ദിവസം ഓഫീസിലൊക്കെ വന്നത്. അതിനുശേഷം വീണ്ടും ഇപ്പോൾ ഇന്ന് അദ്ദേഹം ടിക്കറ്റ് മാറിയിരിക്കുന്നു. അധികം തന്നെ ഈ സമാന തുക അടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന് ലഭിക്കും. എന്തായാലും ശരത്ത് അതീവ സന്തോഷവാനാണ്. ഇനിയും ഈ തുക എന്ത് ചെയ്യണമെന്ന് ഉള്ള കാര്യത്തിലേക്കൊന്നും ഒരു പൂർണ്ണമായ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ലെങ്കിൽ പോലും ഭാഗ്യം. ഓക്കെ, അപ്പോൾ ആ സന്തോഷം ഇനിയും ശരത്തിന്റെ ജീവിതത്തിൽ തുടരട്ടെ. വലിയൊരു ഭാഗ്യം തേടിയെത്തിയ ഒരു മനുഷ്യനാണ്, ഒരു ഭാഗ്യവാനെയാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്.